മേരെ പ്യാർ കിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ദിലീപേട്ടന്റെ CID മൂസയിലെ സോങ് ആണ്. അപ്പൊ അതൊരു റോം കോം മൂവിയാണ്. അപ്പൊ അതുപോലത്തെ ഒരു മൂവിയാണോ? പക്ഷെ നമ്മൾ പോസ്റ്റർ നോക്കുമ്പം ചോരയൊക്കെ കാണുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു റൊമാൻറ്റിക് പോസ്റ്ററാണ് കാണുന്നത്. അപ്പം ഏതൊരു ജോണറിലുള്ള മൂവിയാണിത്? ഇത് ഫുൾ പാക്ഡ് ആയിട്ട് എല്ലാത്തരം ഇമോഷൻസും ഉള്ള ഫണ്ണുണ്ട്, ഫൈറ്റ് ഉണ്ട്, ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം നിറച്ച ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള പരിപാടിയാണ്. എല്ലാത്തരം ഓഡിയൻസിനും എല്ലാം വേണ്ടിയുള്ള എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫുൾ പാക്ഡ് ആയിട്ട് അടിച്ച് പൊളിച്ചിരുന്ന് കാണാൻ പറ്റുന്ന പടമാണ്. മെസ്സേജും ഉണ്ട്, 2-3 മെസ്സേജ് ഉണ്ട്. ആണോ? അപ്പൊ നിങ്ങൾ ഇതിൽ ഓരോരുത്തരും ചെയ്യുന്ന ക്യാരക്ടർ എങ്ങനത്തെയാണ്? അർജു എങ്ങനത്തെ ക്യാരക്ടറാണ് ചെയ്യുന്നത്? ഷൈൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പം എല്ലാവരും ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ളതാണ്. ചങ്ങനാശ്ശേരിയിലെ ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് ഫുട്ബോളും കളിച്ച് അങ്ങനെ അവിടെ വളരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. പിന്നെ ചില പ്രത്യേക കാരണങ്ങളാൽ ഒരു സംഭവം പറ്റി അങ്ങനെയാണ് ക്യാരക്ടറിന്റെ ഒരു ഗ്രോത്ത് വരുന്നത്. നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് പടത്തിലും. സോ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫാക്ടർ എന്തായിരിക്കും? പെട്ടെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മറന്നൊരു കുറച്ച് കഴിയുമ്പം വേറൊരാൾ പറയുന്ന നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും തോന്നത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ഇടക്ക് തോന്നാറുണ്ട്. സോ അത് ക്യാരക്ടറിനും ആ ഒരു സാധനമുണ്ട്. എന്നെ വിളിച്ചപ്പോഴേ ഡയറക്ടർ പറഞ്ഞായിരുന്നു കുറച്ച് നീ വന്ന് നിന്നാ മതി അതിൻ്റെ അതെന്ന് പറഞ്ഞത്. ഋതു, ഇതിനകത്ത് അഭിനയിക്കുന്ന ക്യാരക്ടർ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്? നമ്മൾ എപ്പോ നോക്കിയാലും നമ്മളാണെങ്കിൽ ഒരുപാട് ഫൈറ്റിലും എന്താ പറയാ കുറച്ച് കെയോട്ടിക് ക്യാരക്ടേഴ്സ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ? ഇല്ല, ഒട്ടുമല്ല. കുറച്ചും കൂടെ സില്ലിയാണ്, കുറച്ചും കൂടെ ഫ്രീ ആണ്. സെൽഫിൽ അത്ര സീരിയസ് എടുക്കൂല. പയ്യന്മാരോട് നടക്കുന്നത് സാധാരണ ഒരാളാണ്. റൊമാൻസ് ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെ അത് പറയാൻ പോലും അങ്ങനെ അറിയില്ല, പക്ഷെ പറയാൻ ശ്രമിക്കുന്നു. പുള്ളിക്കാരെ കാണുമ്പോൾ, ക്യാരക്ടറിനെ കാണുമ്പോൾ ഒരു നോർമൽ ഗൈ, അത്രേ ഉള്ളൂ. വിത്ത് ഈ ഗ്രൂപ്പും കൂടെ ചേരുമ്പോൾ ഒരു എക്സ്ട്രോർഡിനറി ഫണ്ണി. എന്താ നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി എന്താ പറയണത്? ഉണ്ണിക്കുളം ഗ്രൂപ്പ്. ടീമിന്റെ പേര് നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ മാനേജർ മിസ്റ്റർ ചോണിയാണ്. അത്ലറ്റിക് ഉണ്ണിക്കുളം. ഓക്കെ. പക്ഷെ നമ്മൾ ഈ പോസ്റ്റർ നോക്കുമ്പോഴുണ്ടല്ലോ, ഇതിനകത്താണെങ്കിൽ കുറെ ഫൈറ്റും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഇതിൽ നിന്ന്. അതൊരു ഗുമ്മന. അല്ല, ഗുമ്മ മാത്രമല്ല, പടത്തില് ഉണ്ട് ഫൈറ്റിന്റെ ആക്ഷൻ നീഡഡ് ഒരു ഭാഗത്തിൽ വരുന്നുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് ദ ഫിലിം ഒരു റൊമാൻസ്, ചിൽ, കോമഡി ആ മൂഡ് തന്നെയാണ് മെയിൻ. ത്രില്ലിംഗ്, ഇമോഷൻ, കോമഡി, ഈ മൂന്നാണ് എപ്പോഴും ഞാൻ പറയുന്നത്. ഇതാണ് മെയിൻ എലമെന്റ് പടത്തിന്റെ. ആക്ഷൻ ആക്ച്വലി ത്രില്ലിംഗ് ആണ്. ആക്ഷൻ വരുന്നേ ഉള്ളൂ ത്രില്ലിംഗിന്റേതായിട്ട് നമ്മുടെ വർക്ക്. കുട്ടി എന്ത് ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്യുന്നത്? ഇതിന് ഞാൻ നിജു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാവുന്ന ഗ്യാങ്ങിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതും എന്ത് പ്രശ്നം വന്നാലും കൂടെ നിന്ന് അവനെ ഹാൻഡിൽ ചെയ്യുന്നതും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നതും ഒരു ഫണ്ണി അല്ല, എന്നാൽ പോലും ഒരു പരിപാടി ആണ് ഞാൻ ചെയ്യുന്നത്. മുമ്പ് ചെയ്ത ക്യാരക്ടറിന് ടോട്ടലി ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിനോട് ചേരാത്ത വിധം നിൽക്കുന്നുണ്ട്. ഓക്കെ. പ്രീതി, എനിക്ക് തോന്നുന്നു ഡെബ്യൂ മൂവിയാണ് മലയാളത്തിൽ അല്ലേ? സോ വെൽക്കം ടു മലയാളം മൂവി ഇൻഡസ്ട്രി. താങ്ക് യു. ഓക്കെ. അപ്പൊ ഇതില് ക്യാരക്ടർ എങ്ങനത്തെ ക്യാരക്ടറാണ്? ക്യാരക്ടർ പേര് നിധി. ആക്ച്വലി എനക്കും அந்த ക്യാരക്ടർക്കും சுத்தமா எந்த சம்பந்தமே இல்ல, ഒരു ബന്ധമില്ല. லைக் the character is completely different from me. I think அந்த ஆரியனோட கேரக்டருக்கும் இதுக்கு ஒரு கான்ட்ராஸ்ட் இருக்கிறதுனால சேர்ந்து ஒரு ஜர்னி, ஒரே ஜர்னில ரெண்டு பேருக்கும் ஒரு கேரக்டர் ஆர்க் மாதிரி, இல்ல ஒரு காம்ப்ளிமெண்ட் பண்ற மாதிரி ஒரு கேரக்டர் ஆர்க். மத்தபடி ரொம்ப சீரியஸான ക്യാരക്ടറാണ്. ഓക്കെ. ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. ഓക്കെ. ശ്രീകാന്ത് ഏട്ടാ പറയൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് ക്യാപ്റ്റൻ ആണ്. എന്റെ ക്യാരക്ടർ പേര് ടോണി എന്നാണ്. ഞാൻ നാട്ടില് ഇവരുടെ ഞങ്ങളുടെ ഒരു ഫുട്ബോൾ ടീമുണ്ട്, FC ഉണ്ണിക്കുളം എന്ന് പറഞ്ഞാൽ. അതിന്റെ ക്യാപ്റ്റനും കോച്ചും മാനേജറും സീരിയസ് ഫുട്ബോൾ ക്ലബ് FC ഉണ്ണിക്കുളം. നമ്മുടെ പേര് പക്ഷെ ഒരു കോമഡി പേര് പോലെ. നമ്മുടെ ഉണ്ണിക്കുളത്തെ ടോണിക്കുട്ടനാണ്. ഞങ്ങളുടെ ടീമിലെ പ്ലേയേഴ്സും നാട്ടുകാരും ഒക്കെയാണ് ഇവര്. അങ്ങനെ അപ്പൊ ഇതില് ടീച്ചർ ഞാൻ കണ്ടപ്പോ അതിനകത്ത് ഇങ്ങനെ നോ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പുറകെ നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുപോലെ ശരിക്കും അങ്ങനെ ആരുടെങ്കിലും പുറകെ നടന്നിട്ടുണ്ടോ നോ പറഞ്ഞിട്ട്?
ആ ഒരു കഥയൊന്നും പറയാമോ? നോ എന്നല്ല, നോ പറഞ്ഞെങ്കിൽ നമ്മൾ പോകും, കാരണം നമുക്ക് മനസ്സിലാവും. ഈ മിക്സ് സിഗ്നൽസ് വരുമല്ലോ, അതാണ് പ്രശ്നം. അത് റിയൽ ലൈഫിലാണ് ഞാൻ ചോദിച്ചത്. സോറി ലാംഗ്വേജ് ഗ്യാപ്പ്, ഓ, കമ്മ്യൂണിക്കേഷൻ നീ ക്യാരക്ടർ അല്ലേ? എന്നിട്ട് ലാസ്റ്റ് എന്തായി? ലാസ്റ്റ് എന്തായി നടന്നില്ല, അതൊരു ബാഡ് ഇതായിട്ട്. കാരണം ആദ്യമേ ഒരു മിക്സ്ഡ് സിഗ്നൽസ് തരുന്ന ആളെന്ന് പറയുമ്പോൾ അതൊരു യെസ് അല്ലല്ലോ, അത് ഒരു രീതിയിൽ നോ ആണല്ലോ. അല്ലെങ്കിൽ യെസ് പറയാമല്ലോ, യെസ് ആണോ നോ നോയാണോ മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ഇപ്പൊ എങ്ങാനും യെസ് പറഞ്ഞാലോ എന്നുള്ളൊരു ഹോപ്പ് അല്ലേ? ഓക്കെ ഓക്കെ. അർജു അതുപോലത്തെ എന്തെങ്കിലും? അല്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിക്കുന്നതോടൊന്നും പറയാം. ഫസ്റ്റ് ഈസ് ഫസ്റ്റ്. ഓ, അതുപോലെ എപ്പോഴെങ്കിലും ഇങ്ങനെ പുറകെ നടന്നിട്ടുള്ള സിറ്റുവേഷൻ? അതൊക്കെ എന്താണ് നടക്കുമല്ലോ നമ്മൾ പഠിച്ചോണ്ടിരുന്നപ്പോ. ഇപ്പം ശാന്തം സമാധാനം. അൺമാരീഡ് ആൾക്കാർ പറയട്ടെ അതിനെ കുറിച്ച്. ഓക്കെ, കുട്ടി ഞാൻ അൺമാരീഡ് മാരീഡാ ചോദിക്കരുത്. തൃശ്ശൂർ പൂരം കാണിച്ചു തരാൻ സെറ്റ് ആക്കിയതല്ലേ? ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല. കാണിച്ചു കൊടുത്തില്ലേ ഇതുവരെ? അത് കഴിഞ്ഞിട്ടുള്ള കല്യാണമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇങ്ങനെ പടം വരയ്ക്കും, പടം വരച്ച് ഇങ്ങനെ കൊടുക്കും, എന്നിട്ടാ വീഴ്ത്തുക. അങ്ങനെ ഇത് സ്ഥിരം നമ്പർ ആണല്ലേ? അല്ലല്ല, വീഴ്ത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഴും, അവന്റെ വീട്ടുകാർ കാണുമ്പോ കാലിന്. അതുപോലത്തെ പരിപാടി. ഉണ്ടായിരുന്ന സംഭവം. ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ടാ? എനിക്ക് പുരിയില്ല ആക്ച്വലി, സോറി. അത് തമിഴിൽ തമിഴിൽ എങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഉങ്ങളുടെ പുറകെ പുറകെ இந்த மாதிரி ரியல் லைஃப்ல ரியல் லைஃப்ல யாராவது அந்த மாதிரி நான் அந்த மாதிரி பண்ணது இல்ல. அந்த மாதிரி പിന്നാണി ഏതെങ്കിലും ചേട്ടന്മാര് നടന്നു? அவ்வளோலாம் இல்ல. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ആരും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൊറേ ഇൻഫിനിറ്റി ഉണ്ട് അതില്. ബുദ്ധിമുട്ട്. நான் ரொம்ப குட் கேர்ளா இருந்ததுனால யாரும் என்ன டிஸ்டர்ப் பண்ணல. പറഞ്ഞു കഴിഞ്ഞാൽ அம்மா അവങ്കതാ ബാഡ് ബോയ്സ്. ശ്രീകാന്ത് ഏട്ടാ, എത്ര പേരുടെ പിന്നാലെ എങ്ങനെയൊക്കെ നടന്നിരിക്കും? ഞാൻ നടന്നിട്ടുണ്ട് കുറെ പേര്, പല രീതിയിൽ നടന്നിട്ടുണ്ട്. പല രീതിയിലും നടന്നിട്ടുണ്ട്. കുറച്ചൊക്കെ കുറെ നടന്നു, കുറച്ച് സെറ്റായി, കുറച്ച് സെറ്റ് ആവാതെ പോയി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട് പുറകിലൊക്കെ. വൈകിട്ടൊക്കെ നമ്മൾ പോകുമല്ലോ, അപ്പൊ നമ്മളൊരാളെ ഇഷ്ടമാണ്, അപ്പൊ ബസ്സൊക്കെ പോകുമ്പോ അവരുടെ പുറകിൽ ഇങ്ങനെ പോകും. എന്നിട്ട് അവർ ബസ് കയറി പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യല്? നമുക്ക് ഒന്നും അറിയത്തില്ല. ഓടുക, അതൊക്കെ ഞാൻ ചെയ്യുന്നു. എന്തെങ്കിലും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോ ഒക്കെ വരച്ചു കൊടുക്കും. എന്താ മാതിരി പടമില്ലേ, വരച്ചു കൊടുക്കും. വളങ്ങിയോ? പിന്നെ കോമഡി പറയും. കോമഡി ക്ലാസ്സിലെ പുറകിലെ ഇരുന്ന് പെരിയ കോമഡി പറയും. അപ്പടി അങ്ങനെ വീഴുന്നോ പുള്ളിക്കാരി? ഇല്ലില്ല, കോമഡിയിൽ വീഴുന്നോ? കോമഡി കേട്ടിട്ടായിരിക്കും മിക്കവാറും പോയത്. അതുവരെ ഇംപ്രസ് ആയിരുന്നു, കോമഡി കേട്ടപ്പോ ഇതിന്റെ ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി, മധുരൈ. അപ്പം ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് ലാംഗ്വേജ് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? என்னோட கேரக்டர் இந்த படத்துல தமிழ் தான். തമിഴ് തന്നെയാണ് ചെയ്യുന്നത്. ஆமா, തമിഴിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ലാംഗ്വേജ് ഒരു ബാരിയർ பேரியர் ആയിട്ട് அல்ல. டைரக்டர் கிட்ட பேசும்போது மட்டும் ஒரு பேரியர் இருக்கும். ഓ, ഇതുപോലെ പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ. ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? ஒரு கிளாஸ் ரூம்ல ஃப்ரெண்ட்ஸோட இருக்க மாதிரி தான் இருக்கும் எப்பவுமே. நாங்க எல்லாரும் ஒரு பிகாஸ் எல்லாரும் ஒவ்வொரு கேரக்டர், லைக் ரியல் லைஃப்லயே எல்லாரும் ஒவ்வொரு கேரக்டர், ஒவ்வொரு பிளேன்ல இருப்பாங்க எல்லாரும். அண்ட் நாங்க எல்லாரும் ஒருத்தர் ஒருத்தர் ஹைப் பண்ணி சப்போர்ட் பண்ணி கலாய்ச்சி விளையாடி. ஸோ எனக்கு ஒரு லைக் யங் அண்ட் கம்ஃபர்டபுளா ஒரு வைப்.